കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതമാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ശ്രീകൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ഒരു ദിവസവും കൂടി നമുക്ക് എല്ലാവർക്കും വീഡിയോയിലൂടെ ഒത്തൊരുമിച്ച് ചേരാൻ സാധിച്ചു. ഇന്നലെ ചോദ്യം ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ ബൈ മിസ്റ്റേക്ക് എഡിറ്റിങ്ങിൽ ആ ചോദ്യം വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ചോദ്യം ആർക്കും കാണാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞ് എനിക്ക് തുടങ്ങാൻ നിവർത്തിയില്ല അല്ലേ. ഒരുപാട് എന്താ പറയുക, ഇന്നലെ കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ വേറെ തിരക്കുകളൊക്കെ വന്നു. അപ്പോൾ കുറേ ഘട്ടങ്ങളിലായിട്ടാണ് ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ എഡിറ്റിങ്ങിൽ അങ്ങനെ പറ്റിപ്പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ പൊന്നോടക്കോയിലെ വിളിച്ച് നിൽക്കുന്നു. ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ശ്രീലകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ തൊഴുത വിശേഷം ഉച്ചപൂജയുടെ അലങ്കാരമൊന്നും പറയാറില്ല അല്ലേ. അതെനിക്ക് അറിയില്ല കേട്ടോ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീണ്ടും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഉച്ചപൂജയുടെ അലങ്കാരങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ അത് പറയണോ വേണ്ടേ എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ ഇന്നലെ ശനിയാഴ്ച നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ച നല്ല തിരക്കുണ്ട് കേട്ടോ. എന്നെ കുറേ പേര് വിളിച്ചിട്ട് ഇപ്പോൾ സീസൺ അല്ലല്ലോ, ഓഫ് സീസൺ അല്ലേ, വന്നാൽ പെട്ടെന്ന് റൂം കിട്ടില്ലേ, വന്നാൽ അധികം തിരക്കില്ലാതെ തൊഴാൻ പറ്റില്ലേ, ആടിപ്രദക്ഷിണം വെക്കാൻ പറ്റില്ലേ, ശയനപ്രദക്ഷിണത്തിന് റെസ്ട്രിക്ഷൻസ് ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ സീസൺ ഓഫ് സീസൺ അങ്ങനൊന്നും ഇല്ല, എല്ലാ സമയത്തും തിരക്കുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിൽ സാധാരണഗതിയിൽ തിരക്ക് കുറവാകാറുണ്ട് കേട്ടോ. കാരണം മഴ, സ്കൂൾ തുറന്ന സമയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഈ വർഷം നല്ല തിരക്കായിരുന്നു ജൂൺ ജൂലൈ മാസങ്ങളിലെല്ലാം. ഓഗസ്റ്റിലാണ് പിന്നെയും ഒരു ചെറിയതായിട്ടൊന്ന് തിരക്ക് കുറഞ്ഞത്. അപ്പോഴേക്കും വെക്കേഷൻ വന്നു, വീണ്ടും തിരക്കായി. ഇന്നലെ മിനിയാന്നൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നാരായണീയ മഹോത്സവം നടക്കുകയായ കാരണവും നല്ലോണം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുതിയ സമയക്രമം വന്നത് കുറച്ചുകൂടി ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ പ്രഖ്യാപനം പോലെയല്ല കേട്ടോ പക്ഷെ ഇന്നുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് നടയടച്ചിട്ട് 3:30 മണിക്ക് നട തുറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ സമയമൊക്കെ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 മണിക്ക് അടച്ചിട്ട് 4 മണിക്ക് തുറക്കുന്നായിരുന്നു. പക്ഷെ ഇന്ന് അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു 2:30 മണിക്ക് അടയ്ക്കും, 3:30 മണിക്ക് തുറക്കും, തുറന്ന ഉടനെ ശിവേലിന്ന്. അപ്പോൾ ശിവേലിയുടെ സമയത്തിന് മാറ്റങ്ങളുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശിവേലിയുടെ സമയത്തിന് മാറ്റമുണ്ട്. നട തുറന്ന ഉടനെയാണ് ശിവേലി. അതായത് ഉച്ചപൂജ കഴിഞ്ഞ് ഭക്തർക്ക് ദർശനം നൽകി കഴിഞ്ഞതിന് ശേഷം നട അടച്ചാൽ നട തുറന്ന ഉടനെ തന്നെ ഉച്ച ശിവേലി. അങ്ങനെയാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കൃത്യമായൊരു സമയം അറിയിക്കാൻ നിവർത്തിയില്ല. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെയല്ലല്ലോ ഇപ്പം ഇന്ന് നടന്നത്. അപ്പം അതിലുള്ള വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റക്കുറച്ചുകളിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സവിത ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ എന്ന് വിചാരിക്കരുത്, ഇതാണ് കാരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം, ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ഇന്നലെയും ഞാൻ ചോദ്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ വിചാരിച്ചത് ഇന്നലത്തെ നമ്മുടെ കൃഷ്ണനാട്ടംകളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഒരു കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ചോദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സമയം കുറേയായി. അപ്പോൾ പിന്നെ ചോദ്യങ്ങൾ എടുക്കേണ്ട, ചോദ്യങ്ങളൊക്കെ നമുക്ക് ഷോർട്സ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ആ ചോദ്യങ്ങളൊന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഇന്നലത്തെ ചോദ്യങ്ങളുണ്ട്, ഇന്നത്തെ ചോദ്യങ്ങളുണ്ട്, എല്ലാ ചോദ്യങ്ങളും കൂടി ഇന്ന് നമുക്ക് നോക്കാം അല്ലേ. അതിനുശേഷം ഒരു കഥ പറയാം അല്ലേ. അരുൺ നായർ എന്നൊരു ഭക്തൻ ചോദിച്ചിരിക്കുന്നത്, ഓൺലൈനായി ബുക്ക് ചെയ്യാമോ അവതാരം കൃഷ്ണനാട്ടംകളി? ബുക്ക് ചെയ്താൽ എപ്പോഴാണ് വരേണ്ടത് എന്നാണ് ചോദ്യം കേട്ടോ. ഓരോ കൃഷ്ണനാട്ടംകളി ഏതേത് ദിവസത്തിലാണ് വേണ്ടത് എന്നുള്ളത് ദേവസ്വമാണ് നിശ്ചയിക്കുക. മുൻകൂട്ടി തന്നെ നിശ്ചയിക്കും. അതായത് ഇനി നവംബർ ഡിസംബർ മാസങ്ങളിലെ മുൻകൂട്ടി നിശ്ചയിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഡിക്ലറേഷൻ, ഒരു ഏതൊക്കെ ദിവസങ്ങളിലാണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. ആ ലിസ്റ്റിൽ നോക്കിയിട്ട് നമുക്ക് ഏത് ദിവസമാണോ ആപ്റ്റായിട്ട് തോന്നുന്നത്, നമ്മുടെ നാള് അതല്ലെങ്കിൽ നമുക്ക് വരാൻ സൗകര്യപ്പെടുന്ന ദിവസം ഇതിലേതാണ് എന്ന് നോക്കിയിട്ട് ആ ദിവസത്തേക്ക് നമുക്ക് ബുക്ക് ചെയ്യാം. എന്നിട്ട് വന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കുക എന്നുള്ളത് അത് പൂർണ്ണതയിലെത്താൻ വേണ്ടത്. വന്ന് കാണണമെങ്കിൽ രാത്രി 10:30 തൊട്ട് 1:30 മണി വരെയാണ് കേട്ടോ കൃഷ്ണനാട്ടംകളി ഉണ്ടാവുക. ഇനി ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഓൺലൈനിലാണ് ബുക്ക് ചെയ്യുന്നത് എങ്കിൽ മറ്റന്നാൾ വേണമെങ്കിൽ ഇന്നേ ബുക്ക് ചെയ്യണം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് ബുക്ക് ചെയ്യണം, 2 ദിവസം മുമ്പായിട്ട് ബുക്ക് ചെയ്യണം. അതല്ല ഓഫ്ലൈനായിട്ട് നേരിട്ട് വന്നിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഉച്ചയ്ക്ക് 12 മണി വരെ ചീട്ടാക്കാൻ പറ്റും. അതായത് 8-ാം തീയതി അവതാരം കൃഷ്ണനാട്ടംകളി ആണെങ്കിൽ
നിങ്ങൾക്ക് 8-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയും സമയമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ബിന്ദു എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിത ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിൽ ദർശനം എപ്പോഴാണ് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് 18 പൂജകൾ ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് ആ ചടങ്ങ്. അത് എല്ലാ ദിവസങ്ങളിലും ഉള്ളതിനേക്കാൾ അധികം പൂജകൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ പൂജയ്ക്കും നട അടയ്ക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ദർശനത്തിന് ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരും കേട്ടോ. വരുന്ന ഭക്തജനങ്ങൾ നട അടയ്ക്കുന്നതിനനുസരിച്ച് അടച്ചാൽ ഉടൻ തന്നെ തുറക്കും, വലിയ താമസമൊന്നുമില്ല. മാക്സിമം 10 മിനിറ്റേ ഒരു തവണ അടയ്ക്കുള്ളൂ. പക്ഷേ ഈ 10 മിനിറ്റ് കൊണ്ട് നമ്മളൊരു 100-ലധികം പേര് എന്തായാലും തൊഴും ഇല്ലേ. അപ്പോൾ അത്രയും പേര് അവിടെ ബ്ലോക്കായി പോകും. അപ്പോൾ അത്രയും നേരം നമുക്ക് നിൽക്കേണ്ടി വരും. ഇതുകൊണ്ടാണ് ഉദയാസ്തമന പൂജ എല്ലാ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നേരം വൈകും എന്ന് പറയുന്നത്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഉദയാസ്തമന പൂജ സാധാരണഗതിയിൽ ഉണ്ടാവുക. ഇത് രാവിലെ ശിവേലി കഴിഞ്ഞ് 7 മണിക്ക് ശേഷം, ഇപ്പോൾ 8 മണിക്ക് ശേഷമാണ്. 8 മണി മുതലാണ് ഉദയാസ്തമന പൂജ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ വന്ന് തൊഴുത് പോകുന്ന ആൾക്കാരെയൊന്നും ഇത് ബാധിക്കുന്നതല്ല. അതായത് 3 മണി തൊട്ടിട്ട് 6:15 വരെ തൊഴാൻ സാധിക്കുന്നവർക്ക് ഇതൊന്നും ബാധിക്കില്ല കേട്ടോ. അവരെ സാധാരണ പോലെ തന്നെ വന്ന് തൊഴുതു പോവാം. 6:15 ശിവേലി ആവും. അത് കഴിഞ്ഞ് പിന്നെ 7 മണി വരെ ആ ശിവേലിയുടെ ബ്ലോക്ക് വരും. 7 മണി തൊട്ട് 8 മണി വരെ വീണ്ടും ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. 8 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 12:30 മണി വരെയാണ് ഈ ഒരു എന്താ പറയുക പൂജയുടെ ബുദ്ധിമുട്ട് നമുക്ക് വരിക കേട്ടോ. ബുദ്ധിമുട്ട് എന്ന് പറയാൻ പാടില്ല കേട്ടോ. എന്നാലും ക്യൂവിൽ അധിക നേരം നിൽക്കേണ്ടി വരുന്നത് ഈ ഒരു സമയത്ത് തൊഴാൻ ശ്രമിക്കുന്നവർക്കാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കണക്കാക്കി വന്നോളൂ. ഇനി തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ പബ്ലിക് ഹോളിഡേ വരികയാണെങ്കിൽ അന്നത്തെ ദിവസം ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതല്ല. അത് നമ്മൾ ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതാണ് ഉദയാസ്തമന പൂജയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ ബിന്ദു ചേച്ചി ചോദിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ മുഴുവനായിട്ട് ചൊല്ലണോ സവിത എന്നാണ് ബിന്ദു PC. നേരത്തെ ബിന്ദു S ആയിരുന്നു, ഇപ്പോൾ ബിന്ദു PC എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ ചൊല്ലുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ അങ്ങനെ തുടരണം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ. 107 ശ്ലോകങ്ങളോളം ഉണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ. അത് മുഴുവനായിട്ട് ചൊല്ലണമെന്ന് 183 ശ്ലോകങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിലുള്ളത്. അതും ഒന്നിച്ച് തന്നെ ചൊല്ലണം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ശ്രമിച്ചു നോക്കൂ, തീർച്ചയായിട്ടും സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് മാലതിക്കുട്ടി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സവിതക്കുട്ടി കാലുവേദനയാണ് മോളെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരുവായൂർക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. മനസ്സാൽ നമസ്കരിച്ചോളൂ മാലതി ചേച്ചി. എല്ലാ ദിവസവും ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ച് പ്രാർത്ഥിച്ചോളൂ. വന്നാൽ ആടിയ എണ്ണ ഷീട്ടാക്കി വാങ്ങിക്കോളൂ, കാലിൽ പുരട്ടിക്കോളൂ. കാലിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്നത് ചെയ്യൂ കേട്ടോ. ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. ഓരോ ചോദ്യങ്ങൾക്കായിട്ട് മറുപടി പറയാം കേട്ടോ. എന്തായാലും തൽക്കാലം ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി എൻ്റെ വകയുള്ള ചോദ്യങ്ങൾ കേൾക്കണ്ടേ. ഇത് കഴിഞ്ഞ ദിവസം വിട്ടുപോയ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കേട്ടോ. ചോദ്യം ഇതാണ്: കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു, നിരജലോചന നിന്നോടായി, ഏതീനു മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. ഇത് ആരുടെ വരികളാണ് എന്നതാണ് ചോദ്യം കേട്ടോ. ഇതായിരുന്നു ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം. ഇത് ആരുടെ വരികളാണ് എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അല്ലേ. ഇന്നത്തെ കഥ എന്താണെന്നറിയോ? ഒരിക്കലൊരു ഭക്തൻ അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് കാര്യസാധ്യത്തിനായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. നമ്മളും പലരും അങ്ങനെയാട്ടോ, പെട്ടെന്ന് നമുക്കെല്ലാം നടക്കണം. ചില ആളുകൾ വന്ന് പറയാറുണ്ട്, ഞാൻ എന്താ ഈ വഴിപാട് ചെയ്തു, എനിക്കൊന്നും നേരെയായിട്ടില്ല കേട്ടോ. ഞാൻ എന്താ ഗുരുവായൂരപ്പന് പാൽപ്പായസം ഷീട്ടാക്കി, എന്നിട്ടും എന്താ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വന്നില്ല. ക്ഷമയില്ല. നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാൻ നമ്മൾ തയ്യാറല്ല. പെട്ടെന്ന് നേരെയാക്കണം. കാത്തിരിക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഭഗവാനെ വിളിക്കണം എന്നാണ് പല ആളുകളുടെയും ഒരു ചിന്ത. അങ്ങനെയല്ല, ഗുരുവായൂരപ്പൻ നമുക്ക് തരുമ്പോൾ ദ ബെസ്റ്റേ തരുള്ളൂ, ഏറ്റവും നല്ലതേ നമുക്ക് തരുള്ളൂ. അതുകൊണ്ട് അതിന് കുറച്ച് ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. എന്നാൽ ഈ ഭക്തൻ അത്ര കാത്തിരിക്കാനൊന്നും തയ്യാറല്ല. അദ്ദേഹം എന്ത് ചെയ്തു? 6 മാസക്കാലം നിരന്തരമായിട്ട് ഭഗവാനെ ഭജിച്ചു കേട്ടോ. നല്ലോണം ഭജിച്ചു.
രാവിലെ എഴുന്നേൽക്കുന്നു, പൂജകളിൽ പങ്കെടുക്കുന്നു, അങ്ങനെ പുഷ്പാഞ്ജലിയാൽ ഭഗവാനെ സ്തുതിക്കുന്നു, അങ്ങനെ അനേകം കാര്യങ്ങൾ ചെയ്യുന്നു. 6 മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചില്ല. അദ്ദേഹത്തിന് വല്ലാത്ത നിരാശയായി. അദ്ദേഹം എന്ത് ചെയ്തു, നേരെ അവിടെ നിന്ന് പോയി ഒരു ഗുരുവിനെയൊക്കെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു, പെട്ടെന്ന് കാര്യം സാധിക്കാൻ ഞാൻ ഏത് ഈശ്വരനെ ഭജിക്കണം എന്ന്. അയാൾ എന്തോ കൂടോത്രമൊക്കെ വശമുള്ള ആളായിരുന്നു കേട്ടോ. അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം, ആ മന്ത്രം കൊണ്ട് അങ്ങോട്ട് ഉപാസിച്ചാൽ മതി, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. അങ്ങനെ എന്തോ ഒരു കുറുക്ക് മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് ഒരു ഭൂതം ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഭൂതം പറഞ്ഞു, എന്താ വേണ്ടത് ചോദിച്ചോളൂ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അങ്ങ് എന്നാണോ ചോദ്യം നിർത്തുന്നത് അന്ന് ഞാൻ അങ്ങയെ പിടിച്ച് ഭക്ഷിക്കും, കാരണം നിർത്താതെ ചോദിക്കണം എന്ന്. ഇത് കേട്ട ഭക്തന് നല്ല സന്തോഷമായി. കാരണം എനിക്ക് അനേകം കാര്യങ്ങളുണ്ട് ചോദിക്കാൻ, നിർത്തേണ്ടി വരിക അങ്ങനെ ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ് എന്ന് കരുതിയിട്ട് എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഈ മന്ത്രം കൊണ്ട് ഉപാസന ചെയ്യും. ഭൂതം വരും, ഇദ്ദേഹം ചോദിക്കും. അങ്ങനെ ചോദിച്ച് ഒരിക്കൽ വീടായി, കാറായി, ബംഗ്ലാവായി, സ്വത്തായി, പണമായി, പ്രശസ്തിയായി, എന്തിനു പറയുന്നു, അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ അദ്ദേഹത്തിന് സ്വായത്തമായി. അദ്ദേഹത്തിന് ഒരു പോയിന്റിലെത്തിയപ്പോൾ ഒരു വിരക്തി വന്നു കേട്ടോ. ഇനി എനിക്കൊന്നും വേണ്ട എന്ന് തോന്നി. ആ സമയത്താണ് ഭൂതം മുന്നിൽ വന്ന് ചോദിച്ചത്, ഇനി അടുത്തത് ആയിട്ട് എന്താ വേണ്ടതെന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്കിനി ഒന്നും വേണ്ട, എനിക്കെല്ലാം നേടാൻ സാധിച്ചു, ഇനി എനിക്ക് എന്താ വേണ്ടത്. ഭൗതികമായ സുഖങ്ങളിലൊക്കെ അങ്ങനെയാണത്രേ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിരക്തി വരും അത്രേ. എന്നാൽ ആത്മീയ സുഖത്തിൽ അതില്ല അത്രേ. ആത്മീയമായ സുഖമാണെങ്കിൽ നമുക്ക് എല്ലാ കാലത്തും ആ സൗഖ്യം ഉണ്ടാവും അത്രേ. പക്ഷേ ഭൗതികതയോട് കുറച്ച് കഴിഞ്ഞാൽ വേണ്ട, ഒരു മടുപ്പ്. അദ്ദേഹം പറഞ്ഞു, എനിക്കിനി ഒന്നും വേണ്ട. ഇത് കേൾക്കേണ്ട താമസം ഭൂതം പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനങ്ങനെ അങ്ങേ പിടിച്ച് തിന്നാം, ഞാനതാണല്ലോ ആദ്യം പറഞ്ഞത് എന്ന്. ഇത് കേട്ടതും ഇദ്ദേഹം വല്ലാതെ പരിഭ്രമിച്ചു. എന്താ ചെയ്യണ്ടേ നിശ്ചയില്ലാതായ സമയത്ത് ആ ഭൂതം ഇങ്ങനെ വന്നു. ആ ഭൂതം ഇങ്ങനെ വരുന്നത് കണ്ടപ്പോഴേക്കും ഒരു കാല് കൊണ്ട് ഒറ്റത്തട്ട് ആ ഭൂതത്തിനെ. എങ്ങോട്ടാ പോയത് നിശ്ചയില്ല. ഏതാ ആ കാലായിരുന്നത്? 6 മാസക്കാലം ഭജിച്ചില്ലേ നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പനെ, അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അത്രേ ആ പൊന്നു തൃക്കാലുണ്ടായിരുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? 6 മാസക്കാലം എങ്കിൽ 6 മാസക്കാലം ഇവൻ എൻ്റെ സംരക്ഷണയിലായി കഴിഞ്ഞു. ഒരിക്കൽ എൻ്റെ പാദത്തെ ആശ്രയിച്ച ഈ ഭക്തൻ, ഇവൻ എൻ്റെ സംരക്ഷണയിലാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലത്തും. അതിനിടയിൽ ഇവന് പറ്റുന്ന തെറ്റോ കുറ്റങ്ങളോ ഇതെല്ലാം എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റാർക്കാണ് ക്ഷമിക്കാൻ സാധിക്കുക എന്നാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു മട്ടുണ്ടായിരുന്നത് എന്നും ആ ഭക്തനെ അദ്ദേഹം ചേർത്ത് നിർത്തി എന്നുമാണ് പറയുന്നത് കേട്ടോ. അപ്പം ക്ഷമയോടെ കാത്തിരുന്ന് കിട്ടുന്ന എന്തിനും മധുരം ഏറും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പോയി ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ നാളെ തന്നെ ഭഗവാൻ നമ്മളെ വന്ന് അനുഗ്രഹിച്ച് ഉദ്ധരിക്കുകയൊന്നുമില്ല കേട്ടോ. പതുക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഗ്രഹം കിട്ടുള്ളൂ. പക്ഷെ ഒരിക്കലും ഒരത്യാപത്തും വരാതെ നമ്മളെ കാത്തു രക്ഷിക്കാൻ നമ്മുടെ ഗോവിന്ദന് സാധിക്കുക തന്നെ ചെയ്യും. ഗോവിന്ദ 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 എന്ന് നിരന്തരം അനുസ്മരിച്ചോളൂ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.